PV അൻവറിനെതിരെ കോൺഗ്രസ് നേതാവ് VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചു. താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ പരാജയപ്പെടുത്തും, ശരിയായ നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ കൂടെ നിർത്തും എന്നാണ് ഈ FB പോസ്റ്റിൽ പറയുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഇത് കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേതാക്കളുടെ ഒരു പൊതുവികാരമാണ് ഇപ്പോൾ VT ബൽറാം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അൻവറിനോട് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് അൻവറിനെ കൂടെ നിർത്തേണ്ടതില്ല എന്നൊക്കെ കരുതുന്ന കോൺഗ്രസിലെ നിരവധി നേതാക്കളുണ്ട്. അതിലൊരു പ്രതിനിധിയായിരിക്കാം ഒരു പക്ഷേ VT ബൽറാം. ഇത് അൻവറിന്റെ ഈ UDF പ്രവേശനത്തിന് തടസ്സമാകുമോ ഇത്തരം നേതാക്കളുടെ നിലപാടുകൾ? ബൽറാം ഇപ്പോൾ എടുത്ത നിലപാട് സ്വാഭാവികമായും അൻവറിന് എതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന, അതായത് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ പാർട്ടിക്കകത്ത് അൻവറിനെതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകരും നേതാക്കളുമുണ്ട്. അവർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നിലപാട് പ്രഖ്യാപനമാണ് VT ബൽറാം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, അയാൾ ശരിയായ നിലപാടെടുക്കുകയാണെങ്കിൽ അയാളെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ ധിക്കാരവും താൻ പോരിമയും തുടരുകയാണെങ്കിൽ അയാളെ പരാജയപ്പെടുത്തിയായിരിക്കണം UDFിൻ്റെ നിലമ്പൂരിലെ വിജയം എന്ന് പറയുമ്പോൾ കൃത്യമായി UDFിലേക്ക് എടുക്കുകയോ കോൺഗ്രസിനൊപ്പം ചേർക്കുകയോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം പ്രചരണത്തിന് ഇയാളെ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപനം തന്നെയാണ്. അതായത് ഇപ്പോൾ UDF പ്രവേശനം, UDFിൽ അംഗത്വം നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന പ്രഷർ ടാറ്റിക്കാണ് PV അൻവർ ഉപയോഗിക്കുന്നത്. അതിന് കൃത്യമായ മറുപടിയാണ് ഈ VT ബൽറാം നൽകുന്നത്. കാരണം കെ സുധാകരൻ അനുരഞ്ജന ചർച്ച നടത്തുന്നു, PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് അദ്ദേഹം UDFിലേക്ക് പ്രവേശനം നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അൻവറിന് മുന്നിൽ UDFോ കോൺഗ്രസോ മുട്ടുമടക്കരുത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. സ്വാഭാവികമായും ബൽറാമിനെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നേതൃനിര തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകും. കാരണം നേരത്തെ മുതൽ തന്നെ PV അൻവറിന് അനുകൂലമല്ലാത്ത നിലപാടാണ് ഭൂരിപക്ഷം നേതാക്കളും എടുത്തിരുന്നത്. പക്ഷേ എന്നാൽ ലീഗുമായി ചില ചർച്ച നടത്തി UDFിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും പിന്നീട് അങ്ങനെ അത്തരത്തിലുള്ള നീക്കങ്ങളിലെല്ലാം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം PV അൻവറിനെതിരാണ്. ആ എതിരായുള്ള സംഘത്തിന്, എതിരായുള്ള ഒരു നേതൃനിരയ്ക്ക് കൂടുതൽ ബലം നൽകുന്ന ഒരു പരസ്യ പ്രതികരണത്തിനാണ് VT ബൽറാം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. വിജയൻ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.